ഇന്ന് നമ്മൾ വന്നേക്കുന്ന വണ്ടി സർവീസ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ശമോണ്ണൻ്റെ വണ്ടി നമ്മൾ തന്നെ സർവീസ് ചെയ്യണം. എൻജിൻ ഓയിൽ സർവീസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എൻജിൻ ഓയിൽ ഫിൽറ്റർ, എൻജിൻ ഓയിൽ, എയർ ഫിൽറ്റർ മാറാമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പം എൻജിൻ ഓയിലും സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ മോട്ടീവുകളുടെ ഏതോ ഒരു സാധനമാണ് വാങ്ങിച്ചേക്കുന്നത്, 1.5 ലിറ്ററിൻ്റെ. പിന്നെ നമ്മൾ ചെയിൻ ട്യൂബ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എൻജിൻ ഓയിൽ അഡിക്റ്റീവ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഓയിൽ ഫിൽറ്റർ, പിന്നെ എയർ ഫിൽറ്റർ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പരിപാടി തുടങ്ങി. അതിപ്പം ഓയിൽ നമ്മൾ ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫുള്ള് ഡ്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പുതിയ ഓയിൽ ഒഴിക്കും. അത്രേ ഉള്ളൂ. യോ ഗായ്സ്, ഇപ്പോൾ സമ്പൂർണ്ണ പരിപാടി തുടങ്ങി. അപ്പോൾ അതിൻ്റെ എൻജിൻ ഓയിൽ ക്യാപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാം ഇവിടെ അഴിച്ചെടുക്കുന്നു. അഴിക്ക്. അത് ചൂട് ഓയിൽ വരുന്നുണ്ട്. നമുക്ക് ലിമിറ്റഡ് ടൂൾസ് മാത്രമേ ഉള്ളൂ. അതൊക്കെ വെച്ചാണ് ചെയ്യാൻ. ചാടി വരുന്നുണ്ട്. 10 ആയിരിക്കുന്നു. അത് സ്റ്റെയിനർ എന്ന് പറയും. അത് നമ്മൾ എടുക്കണം. സ്റ്റെയിനർ പാർട്സൊക്കെ ഉണ്ടല്ലോ. ഓയിൽ രണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടിട്ട് കുഴപ്പമില്ലാത്ത ഓയിലാണ്. ഇതിപ്പം നമ്മളിപ്പം മാറി. ഇതിപ്പം 10-30,000 കിലോമീറ്റർ. നമ്മളെല്ലാം 10,000 കിലോമീറ്ററിന് ഉള്ളിൽ മാറി ഇതിപ്പം കുഴപ്പമില്ല ഓയിലിന്. പക്ഷെ എന്നാലും നമ്മൾ മാറുവാണ്. ഇപ്പോഴത്തെ സൈഡിൽ നമുക്കിവിടെ മറ്റേ ഒരു ക്യാപ്പുണ്ട്. അത് തുറക്കണം. അപ്പോഴത്തേനും എയർ ഫ്ലോ ഉണ്ടായി ഫുൾ ഓയിൽ വെളിയിൽ വരും. തുറന്നിട്ടുണ്ട്. ഓയിൽ മൊത്തം ട്രെയിൻ ആയിട്ടുണ്ട്. ഇനി എന്നാൽ ഇതിനകത്ത് മറ്റേ ഫ്ലഷ് ഫ്ലോ ഒഴിക്കണ്ടേ? ഫ്ലഷ് എന്തുവാ എൻജിൻ ഓയിൽ ഫ്ലഷ് ഒഴിക്കാതെ ഞങ്ങൾ ഓയിൽ തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഫ്ലഷ് ഒഴിക്കാം. ഇപ്പുറത്തെ സൈഡിലാണ് നമുക്ക് എൻജിനോ ഫിൽറ്റർ വരുന്നത്, ഓയിൽ ഫിൽറ്റർ വരുന്നത്. ഇവിടെയാണ് വരുന്നത്. നമ്മൾ ഈ 2 സ്ക്രൂ അടിച്ചാൽ നമുക്ക് ഓയിൽ ഫിൽറ്റർ എടുക്കാം. നല്ല ചൂടുണ്ട് ഗൈസ്. ഒരു എനിക്ക് ഈ സാധനം ഇങ്ങോട്ട് വലിച്ചു നോക്കട്ടെ. ഇവിടെ ഓയിൽ ചാടത്തില്ല. നല്ല ചൂട്. നമ്മൾ ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് തുറന്നിട്ടുണ്ട്. പിന്നെ ഓയിൽ ഫിൽറ്റർ നമ്മൾ അതിനകത്ത് ഊരണം. പക്ഷേ ഇതെങ്ങനെ ഊരും? ഓയിൽ വെക്കാം. നമ്മൾ പുതിയ ഓയിൽ ഫിൽറ്റർ വെക്കാൻ പോവാം. പുതിയ ഓയിൽ ഫിൽറ്റർ ഗൈസ്, ഇതാണ് ബജാജിൻ്റെ സ്വന്തം ഓയിൽ ഫിൽറ്റർ. നമ്മൾ കമ്പനി ഓയിൽ ഫിൽറ്റർ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ചാളും കൂടെ ലൈഫ് കാണും. അത് അല്ലെങ്കിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള KNൻ്റെ ഒക്കെ കിട്ടും. അത് വാങ്ങിച്ചിടുക. ലൈഫ് സെയിം തന്നെ ആയിരിക്കും. ലൈഫ് KNൻ്റെ ആണെങ്കിൽ റീയൂസബിൾ ഉണ്ട്. അതായത് 10,000 കിലോമീറ്റർ വരെ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണെങ്കിൽ 5,000 കിലോമീറ്റർ വരെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ 5,000-ത്തിനാണ് ഇപ്പോൾ ഓയിൽ മാറിയത്. നമ്മൾ 5,000 കിലോമീറ്റർ ആയപ്പോഴാണ് ഓയിൽ മാറിയത്.
നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓയിൽ ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൈറ്റ് ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ നമ്മൾ ഇതിലെ കൂടെ ഓയിൽ ഒഴിക്കുക, പുതിയ ഓയിൽ. എത്ര 50 ml? അപ്പോൾ നമ്മൾ മറ്റേ ഇതിനെന്നാ പറയുന്നത്, സ്റ്റെയിനർ. സ്റ്റെയിനർ അകത്ത് വെച്ചു. അത് നമ്മൾ നട്ട് തിരിച്ച് ഇടുക. യെസ്, എൻ്റെ കയ്യിലല്ല ഓയിലായി. ഓയിലുള്ള വെച്ചുള്ള പരിപാടി ആയതുകൊണ്ട് ഓയിലാകും. അതെ, ഓയിൽ വെച്ചുള്ള പരിപാടിയാകുമ്പോൾ ഓയിലാകും. അവിടെ പിന്നെ गाड़ी उधर करना है। और पुलिस की सामान मानो एक ही है ना? हाँ ठीक है। ഡേറ്റ് മതി. നമുക്ക് ഓയിൽ ഇനി ഒഴിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കാനുള്ള പരിപാടിയാണ്. ഓയിൽ ക്യാപ്പ് പൊട്ടിച്ച് നമ്മൾ ഓയിൽ അഡിറ്റീവ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ അഡിറ്റീവ് സാധാരണ നമുക്ക് വേണേൽ ഓയിൽ അഡിറ്റീവ് ഓയിലിനകത്ത് മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഓയിൽ അഡിറ്റീവ് ആണെങ്കിൽ എൻജിൻ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഒഴിക്കാം. എത്ര ml എന്ന് വല്ലതും ഉണ്ടോ? ഇതിപ്പോൾ 150 cc വണ്ടി തൊട്ടാണെങ്കിൽ 50 ml തന്നെ ഒഴിക്കാം. 200 cc 150 cc വണ്ടിക്ക് 50 ml ഒഴിക്കാം. പിന്നെ ഓയിൽ അഡിറ്റീവ് ആണെങ്കിൽ വണ്ടി എപ്പോൾ എൻജിൻ ഓയിൽ മാറിയാലും ഒഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം എൻജിൻ ലൈഫ് കൂടും. പിന്നെ അത് മാത്രമല്ല എൻജിനകത്ത് ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നടക്കും. അതിനുവേണ്ടിയാണ് ഓയിൽ അഡിറ്റീവ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ അഡിറ്റീവ് നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഓയിൽ ഊറ്റാൻ പോവാണ്. അപ്പം ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര 1 ലിറ്റർ കറക്റ്റ് ചെയ്തു? 1 ലിറ്റർ. ഓയിലും ഒഴിച്ച് കഴിഞ്ഞു. കണൽ നീക്കല്ലോ, കണലിന് സൈഡിൽ കൂടെ ഒക്കെ നീക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ ഓയിൽ. ഓയിലപ്പോൾ എവിടെ സ്റ്റിക്ക് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. സ്റ്റിക്കുണ്ട്. ഇതാ ഓയിൽ നോക്കുന്നത്. ഓരോന്നും കാണിക്കുന്നുണ്ട്. വണ്ടി നേരെയാക്കുമ്പോൾ വണ്ടി നേരെയാക്കുമ്പോൾ മാത്രമാണ് ഓയിലൊക്കെ ഒഴിച്ചു. അപ്പോൾ നമ്മൾ എൻജിൻ ഓയിൽ ഒഴിച്ച് നമ്മളിപ്പോൾ ക്യാപ്പിട്ട് അടച്ച് ഇനി നമ്മൾ എയർ ഫിൽറ്റർ മാറാൻ പോകണം. എയർ ഫിൽറ്റർ ഇതിൻ്റെ അടിയിലായിരിക്കും, ടാങ്കിൻ്റെ മേൽഭാഗമൊക്കെ ആയിട്ട് സീറ്റിൻ്റെ അടിയിലൊക്കെ ആയിട്ട് വരും. നമുക്ക് തുറക്കുമ്പോൾ കാണാം. യോ, നമ്മൾ ബാക്ക് സീറ്റിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് സീറ്റിൻ്റെ നട്ട് വരുന്നത്. ഇത് രണ്ട് കഴിച്ചിട്ട് ഇത് പൊക്കുമ്പോൾ എയർ ഫിൽറ്ററാണ്. ഇത് പൊക്കുമ്പോൾ എയർ ഫിൽറ്റർ കാണാമോ? ഇത് പൊക്കുമ്പോൾ എയർ ഫിൽറ്ററാണ്. ഡൗട്ട്. അപ്പോൾ ഇതെല്ലാം പൊക്കുമ്പോൾ നമുക്ക് കാണാം. വണ്ടി ഇപ്പോൾ ചുമ്മാ കഴുകിയിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടി പോളിഷ് ചെയ്യണം. വണ്ടി ബൈക്ക് പോളിഷിൻ്റെ ഐറ്റമൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്.
പിന്നെ സെറ്റപ്പായിട്ട് ചെയ്ത് തരും. ലുക്കാകും വണ്ടി. പിടിച്ചില്ല. അപ്പോൾ നമ്മളത് അഴിക്കും. അത് 2 നട്ട് അഴിച്ചാൽ മതി. പിന്നെ അടുത്ത ആഴ്ച അത് ഞാനിപ്പോൾ കൈക്ക് തുറക്കാം. മറ്റേ തുടങ്ങി. ഓക്കെ. പ്രോ യൂട്യൂബ് ട്യൂട്ടോറിയൽ അത്. വണ്ടി എങ്ങനെ അഴിക്കാം. വണ്ടി എങ്ങനെ അഴിക്കാം. അത് തുറന്നു. സീറ്റ് അതിൻ്റെ അടിയിൽ. ഇതഴിക്കണ സ്ക്രൂ ഡ്രൈവർ റബ്ബർ വേണം. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇത് വേറെ ലോക്കല്ലേ? അത് എങ്ങനെയായിരുന്നു ഇതിനകത്ത് ആ ഫ്രണ്ട് വശത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം സൈഡിലെല്ലാം നമ്മൾ അഴിക്കണം. നമ്മൾ ടൂൾസ് കണ്ടുപിടിച്ചിട്ട് അഴിക്കും. അപ്പോൾ നമ്മൾ എയർ ഫിൽറ്റർ മാറി. അപ്പോൾ അത് എടുക്കാൻ മറന്നു. ഇത് വേറെ കാര്യം. അത് മാറേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ 2 സൈഡിൽ അതുണ്ട്. അത് പിന്നെ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അത് ചെയ്യേണ്ടിയിട്ട് നമ്മൾ പൊക്കി പിടിക്കണം. അല്ലെങ്കിൽ മൊത്തം അഴിക്കേണ്ടി വരും. എന്നിട്ട് ഇവിടെ എയർ ഫിൽറ്ററിൻ്റെ ബോക്സിന് 4 സ്ക്രൂ ഉണ്ട്. അത് അഴിച്ചിട്ട് പൊക്കിയാൽ നമുക്ക് എയർ ഫിൽറ്റർ ഊരിയിട്ട് എയർ ഫിൽറ്റർ പോകാം. അങ്ങനെ ഞങ്ങൾ വെച്ച് തിരിച്ചിതുപോലെ നട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കവറും എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാം. നമ്മൾ വണ്ടിയെല്ലാം ബാക്കിയെല്ലാം സെറ്റ് ചെയ്തു. നമ്മൾ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ, ഓയില്, എയർ ഫിൽറ്റർ എല്ലാം മാറിയിട്ടുണ്ട്. നമ്മൾ സർവീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിമ്പിൾ മാറണ സർവീസ് അവർ തന്നെ റീസെറ്റ് ചെയ്യണം. സർവീസിൻ്റെ സിമ്പിൾ മാറണ. അപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഇങ്ങനെ ഇതായിട്ട് കിടക്കും. ബാക്കി സീറ്റെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ വന്നിട്ട് ബാഗിനെ കൊണ്ട് നമ്മളൊരു വണ്ടി തന്നെ കഴിയുക മാത്രമേ ഉള്ളൂ. അപ്പോൾ തൽക്കാലത്തിന് എല്ലാ പരിപാടിയും നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളിത് വണ്ടി കഴുകുകയാണ്. കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ പുള്ളി പോളിഷും അടിച്ചിട്ടുണ്ട്. സാധനം തിളങ്ങുന്നൊക്കെ ഉണ്ട്. വെയിലായതുകൊണ്ട് വലിയ ക്ലിയർ അല്ല. പക്ഷേ അല്ലാതെ കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. പുള്ളി അടിപൊളിയായിട്ട് കഴുകിയിട്ടൊക്കെ ഉണ്ട്. അപ്പം അടുത്ത പ്രാവശ്യം കാണാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ സർവീസ് എല്ലാം കഴിഞ്ഞ് ആ വണ്ടി തന്നെ ഓടിച്ചുകൊണ്ട് തിരിച്ചു പോകാം ഗൈസ്. അപ്പോൾ അടുത്ത വ്ളോഗ് വരുന്നവരെ സീ യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ വെക്കണം അല്ലേ? ലൈക്ക് വേണേൽ കമൻറ്റ് കിട്ടും. കമന്റ് കിട്ടും. അത്രേ ഉള്ളൂ.